പൃഥ്വിരാജിൻ്റെ ഒരു പുതിയ സിനിമ റിലീസ് പ്രഖ്യാപിച്ച സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും കാണുന്നൊരു കമൻറ്റാണ്, ഇത്തവണ ഈ സിനിമ ഒരു നല്ല സിനിമയായിരിക്കും. ഇത് നമ്മൾ ആദ്യമായിട്ട് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഇതൊരു സാധാരണ കമൻറ്റാണെന്ന്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, 20 വർഷത്തിലേറെയായിട്ട് മലയാളം ഇൻഡസ്ട്രിയിലുള്ള ദേശീയ പുരസ്കാരം തന്നെ നേടിയ, മലയാളത്തിലെ ഏറ്റവും തിരക്കുള്ള അഭിനേതാക്കളിൽ ഒരാളായിട്ട് മാറിയ ഒരു സംവിധായകനും ഒരു നിർമ്മാതാവും കൂടി ആയിട്ടുള്ള ഒരാളെക്കുറിച്ചാണ് ഇന്നും സമൂഹം ഇങ്ങനെ പറയുന്നത് എന്നുള്ളതാണ്. എന്തുകൊണ്ട്? ടാലൻ്റ് ഇല്ലാത്തത് കൊണ്ടാണോ? അല്ല. അഭിനയിക്കാൻ അറിയാത്തത് കൊണ്ടാണോ? അല്ല. അപ്പം പ്രശ്നം എവിടെയാണ്? അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ അനലൈസ് ചെയ്യാൻ പോകുന്നത് പൃഥ്വിരാജിൻ്റെ വിജയങ്ങളെക്കുറിച്ചോ പരാജയങ്ങളെക്കുറിച്ചോ അല്ല, മലയാള സിനിമയിലെ തന്നെ കൗതുകകരമായിട്ടുള്ള ഒരു ചോദ്യത്തെക്കുറിച്ചാണ്. എന്തുകൊണ്ടാണ് ഇത്രയും കഴിവുള്ള ഒരു നടന് മലയാളത്തിൽ ഇന്നും വ്യക്തമായൊരു സ്ഥാനം ലഭിക്കാത്തത്? ആളുകളുടെ ഇടയിൽ, പ്രേക്ഷകരുടെ ഇടയിൽ. ഒരു കാര്യം നമുക്ക് ആദ്യമേ തന്നെ പറയാം, പൃഥ്വിരാജിനെ ഇഷ്ടപ്പെടാത്ത ആളുകൾ പോലും സമ്മതിക്കുന്ന ഒരു വലിയ കാര്യമാണ് അദ്ദേഹത്തിൻ്റെ അഭിനയശേഷി. സത്യത്തിൽ പൃഥ്വിരാജിൻ്റെ അഭിനയത്തെ വിമർശിക്കുക അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. കാരണം ഓരോ തവണയും ആളുകൾ അദ്ദേഹത്തെ എഴുതി തള്ളാൻ തുടങ്ങുമ്പോൾ ഒരു സിനിമ വരും, അയ്യപ്പനും കോശിയും, അല്ലെങ്കിൽ ജനഗണമന, അല്ലെങ്കിൽ ആടുജീവിതം. അപ്പം നമ്മൾ വീണ്ടും പറയും, ഓ ഇതാണ് യഥാർത്ഥ പൃഥ്വിരാജ്, അതാണ് ഈ കഥയിലെ ഏറ്റവും വലിയ വൈരുദ്ധ്യം എന്നുള്ളതാണ്. ഒരു നടൻ്റെ കരിയർ തീരുമാനിക്കുന്നത് സിനിമകൾ മാത്രമല്ല, അയാൾ പ്രേക്ഷകരുടെ മനസ്സിലുണ്ടാക്കുന്ന ഇമേജും കൂടിയാണ്. അവിടെയാണ് പൃഥ്വിരാജ് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാകുന്നത്. ഒരു അഭിമുഖം കണ്ടാൽ സിനിമയുടെ ഭാഷ, വേൾഡ് സിനിമ, തിരക്കഥ, സിനിമാറ്റോഗ്രഫി, ഹോളിവുഡ്, പാൻ ഇന്ത്യ, മാർക്കറ്റ്, ഏത് വിഷയത്തെക്കുറിച്ചും വ്യക്തമായ അഭിപ്രായമുള്ള ഒരു നടനാണ്, അല്ലെങ്കിൽ വ്യക്തമായ അഭിപ്രായമുള്ള ഒരാളാണ് പൃഥ്വിരാജ് എന്നുള്ളതാണ്. പക്ഷേ അതിനൊരു വലിയ വിലയുണ്ട്, എക്സ്പെക്റ്റേഷൻ. ആ വലിയ എക്സ്പെക്റ്റേഷൻ കാരണം ഇത്രയും സിനിമയെക്കുറിച്ച് സംസാരിക്കുന്ന ഒരാൾ തിരഞ്ഞെടുക്കുന്ന ഓരോ സിനിമയും അസാധാരണമായിരിക്കുമെന്നാണ് പ്രേക്ഷകർ കരുതുന്നത് എന്നുള്ളതാണ്. പക്ഷേ സിനിമ ശരാശരി ആയാൽ പോലും നിരാശ ഇരട്ടിയാവും എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ പലപ്പോഴും ഒരു ശരാശരി സിനിമ ഒക്കെ ഡെലിവറി ചെയ്താൽ നോർമൽ ആയിട്ടുള്ള ഒരു ആക്ടറിന് ഇൻഡസ്ട്രിയിൽ നല്ല രീതിയിലുള്ള ഒരു ഇത് കിട്ടുമ്പം ഇത്രയും കാര്യങ്ങൾ സംസാരിക്കുന്ന പൃഥ്വിരാജ് പോലെ ഒരാൾക്ക് ആ ഒരു ശരാശരി സിനിമയോ അല്ലെങ്കിൽ എബോ ആവറേജ് സിനിമയോ ആളുകളിൽ വേണ്ടത്ര രീതിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കത്തില്ല എന്നുള്ളത്. കാരണം ആ രീതിയിലാണ് ആളുടെ ഓരോ കാര്യത്തെക്കുറിച്ചുള്ള ഇൻസൈറ്റും സംസാരവും എന്നുള്ളതാണ്. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കൂ, പൃഥ്വിരാജിൻ്റെ സിനിമകൾ ആളുകൾ കാണാൻ പോകുന്നത് ഒരു നടൻ്റെ സിനിമ എന്ന നിലയിൽ മാത്രമല്ല, ഒരു സിനിമയെക്കുറിച്ച് വലിയ കാഴ്ചപ്പാടുള്ള ഒരാളുടെ തിരഞ്ഞെടുപ്പ് എന്ന നിലയിലും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഓരോ സിനിമയ്ക്കും ആ സിനിമ ഒക്കെ അതിനെക്കുറിച്ചുള്ള ഫസ്റ്റ് അപ്ഡേറ്റ് വരുന്ന സമയത്ത് തന്നെ അതിനെക്കുറിച്ചുള്ള പ്രതീക്ഷ വാനോളം എത്തുന്നത് എന്നുള്ളതാണ്. ഈ കഴിഞ്ഞ ദിവസം നമുക്കറിയാം, ഐ ആം നോബഡി എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങിയത്. നിങ്ങൾ പല ആളുകളും ആ സിനിമ കണ്ടിട്ട് കാണും. ഞാൻ എൻ്റെ റിവ്യൂ ഒന്നും ചെയ്തില്ല, പക്ഷേ ആ സിനിമ ഫസ്റ്റ് ഡേ ഞാൻ പോയി കണ്ടതാണ്. പൃഥ്വിരാജിൻ്റെ പല സിനിമകളും ഞാൻ ഫസ്റ്റ് ഡേ പോയി കാണാറുണ്ട്. ആസ് യൂഷ്വൽ ഈ സിനിമ ഇൻ്റർവെല്ലിന് മുമ്പ് നല്ല രീതിയിൽ പിച്ച് ചെയ്തു വരുന്ന നല്ലൊരു സിനിമയായിരുന്നു. ഇൻ്റർവെൽ കഴിഞ്ഞ് ആ സിനിമ നശിപ്പിച്ച് കളഞ്ഞു എന്നുള്ളതാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒപ്പീനിയൻ. അത് എൻ്റെ ഒരു അഭിപ്രായമാണ്. മറ്റുള്ള ആളുകൾക്ക് ചിലപ്പോൾ മറ്റൊരു രീതിയിലായിരിക്കാം. ഇൻ്റർവെൽ കഴിയുമ്പം ഇത് എന്താണ് കാണിച്ചു വെച്ചത് എന്നുള്ള രീതിയിലേക്ക് നമ്മളെക്കൊണ്ട് തന്നെ തോന്നിപ്പിക്കുന്ന, ഇതൊന്ന് തീർന്നായിരുന്നെങ്കിൽ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിപ്പോകാം എന്ന് നമ്മളെക്കൊണ്ട് തോന്നിപ്പിക്കുന്ന രീതിയിലേക്ക് ഇൻ്റർവെല്ലിന് ശേഷമുള്ള പോർഷൻ ആ സിനിമ വളരെ മോശമായിട്ടുള്ള രീതിയിൽ എടുത്തു വെച്ചു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ഇൻ്റർവെല്ലിന് മുമ്പ് നല്ല രീതിയിൽ ബിൽഡ് ചെയ്ത് പോയിട്ടുമുണ്ട് എന്നുള്ളതാണ്. ഇത് തന്നെയാണ് നമ്മൾ പറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നത്. പൃഥ്വിരാജ് എന്ന് പറയുന്ന ആളുടെ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ടുള്ള സിനിമ നമുക്ക് എടുത്തു നോക്കിയാലോ, ഒരു സിനിമ കണ്ടിട്ട് ഇതാണ് പൃഥ്വിരാജ് എന്ന് നമുക്ക് പലപ്പോഴും തോന്നും. അടുത്ത സിനിമ ഇറങ്ങിക്കഴിയുമ്പം ഇത് എന്തിനായിരുന്നു എന്നുള്ളൊരു ഫീലും നമുക്ക് അതേ സമയത്ത് തന്നെ തോന്നും. വീണ്ടും അടുത്ത സിനിമയിൽ പ്രതീക്ഷിക്കും, വീണ്ടും നിരാശപ്പെടും. ഇതൊരു യാഥാസ്ഥികമായിട്ടുള്ള ഒരു സംഭവമൊന്നും അല്ല, വർഷങ്ങളായിട്ട് ആവർത്തിക്കുന്ന ഒരു പാറ്റേൺ ആണ് എന്ന് തന്നെ പറയേണ്ടതായിട്ട് വരും. നമുക്കൊരു കാര്യം ചെയ്യാം, കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലെ പൃഥ്വിരാജിൻ്റെ സിനിമകളൊന്ന് മനസ്സിൽ ഓടിച്ചു നോക്കൂ. ഒരു വശത്ത് അയ്യപ്പനും കോശിയും, ജനഗണമന, ആടുജീവിതം, മറുവശത്ത് വലിയ പ്രതീക്ഷയോടെ വന്നിട്ടും പ്രേക്ഷകരിൽ അതേ ആവേശം സൃഷ്ടിക്കാതെ പോയ ചില സിനിമകൾ. ഒരിക്കലും ഈ ഒരു കാര്യം സംഭവിച്ചാൽ അത് യാദൃശ്ചികമാണെന്ന് നമുക്ക് പറയാം. രണ്ടാമത് സംഭവിച്ചാൽ അത് നമുക്കൊരു തെറ്റാണ് എന്ന് പറയാം. പക്ഷെ വർഷങ്ങളോളം ഇത് സംഭവിച്ചാൽ അതിനെ നമുക്കൊരു പാറ്റേൺ ആയിട്ട് തന്നെ പറയേണ്ടതായിട്ട് വരും. പ്രശ്നം അഭിനയത്തിലാണോ? അല്ല എന്ന് ഞാൻ പറയും. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ ഒരിക്കലും അഭിനയത്തിലല്ല ഈ പ്രശ്നം വരുന്നത്. പ്രശ്നം ടാലൻറ്റിലാണോ? അതുമല്ല എന്ന് തന്നെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ചിലപ്പം മറിച്ച് അഭിപ്രായം ഉണ്ടാകും. അപ്പോൾ പൃഥ്വിരാജിൻ്റെ അഭിനയം ഇഷ്ടമില്ലാത്ത ഒത്തിരി ആളുകളുണ്ട്. പല ഭാവങ്ങളും പ്രോപ്പറായിട്ട് പുള്ളിക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. ഈവൻ എൻ്റെ ഫ്രണ്ട്സിൽ പോലും ചിലർ അങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് പേഴ്സണലി അങ്ങനെ ഒരു കാര്യം തോന്നിയിട്ടില്ല. പ്രേക്ഷകരായിട്ടുള്ള ആളുകളെ
ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു കാര്യം സിനിമകളുടെ തിരഞ്ഞെടുപ്പാണ്. അവിടെയാണ് പ്രശ്നം. ഒരു കഥ തിരഞ്ഞെടുക്കുന്ന അല്ലെങ്കിൽ ഒരു സിനിമ തിരഞ്ഞെടുക്കുന്നിടത്ത് വരുന്ന വീഴ്ചയാണ് ഇതിൻ്റെ എല്ലാം തുടക്കമെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. കഴിവില്ലാത്ത സംവിധായകരോ കഴിവില്ലാത്ത തിരക്കഥാകൃത്തുകളോ ഒന്നും പലപ്പോഴും പൃഥ്വിരാജ് പോലൊരാളെ അപ്രോച്ച് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ എന്നിട്ടും എന്തുകൊണ്ട് ചില സിനിമകൾ കാണുമ്പം അതിൻ്റെ ആശയം അല്ലെങ്കിൽ അതിൻ്റെ കോറായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചിലപ്പോൾ തോന്നാം. പക്ഷേ തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ അതങ്ങനെയല്ല, അത് മനസ്സിൽ തങ്ങാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരുപാട് പ്രേക്ഷകർ പങ്കുവെക്കുന്ന ഒരു അനുഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മലയാള സിനിമയുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് അതിൻ്റെ ഇമോഷൻസ് ആണ്. നമ്മുടെ സിനിമകൾ പലപ്പോഴും വലിയ വിഷ്വൽസ് കൊണ്ടല്ല വിജയിക്കുന്നത്, വലിയ ബഡ്ജറ്റ് കൊണ്ടുമല്ല. ഒരു നല്ല കഥാപാത്രം, ഒരു നല്ല കോൺഫ്ലിക്റ്റ്, ഒരു ഇമോഷൻ, അതാണ് മലയാള സിനിമയുടെ DNA എന്ന് തന്നെ നമുക്ക് പറയേണ്ടതായിട്ട് വരും. അതുകൊണ്ടാണ് ചിലപ്പം വളരെ വലിയ ആശയമുള്ള സിനിമകളേക്കാൾ വളരെ ലളിതമായ കഥകൾ മലയാളികൾ കൂടുതൽ ഏറ്റെടുക്കുന്നത്. ഇവിടെയാണ് പൃഥ്വിരാജിൻ്റെ കരിയറിലെ ഏറ്റവും വലിയ വൈരുദ്ധ്യവും കിടക്കുന്നത്. അദ്ദേഹം പലപ്പോഴും വളരെ വലിയ ആശയങ്ങളിലേക്ക് പോകുന്നു, പുതിയ പരീക്ഷണങ്ങളിലേക്ക് പോകുന്നു, വ്യത്യസ്തമായ സിനിമകൾ തിരഞ്ഞെടുക്കുന്നു. ഇതൊരു മോശം കാര്യമാണോ? അല്ല. പക്ഷെ ഓരോ പരീക്ഷണവും പ്രേക്ഷകരുമായിട്ട് ഇമോഷണലി കണക്റ്റ് ആവുന്നില്ല എന്നുള്ളിടത്താണ് ഈ പ്രശ്നങ്ങളെല്ലാം വരുന്നത്. ഇനി ഒരു താരതമ്യം നോക്കാം. ദുൽഖർ സൽമാൻ്റെയോ നിവിൻ പോളിയുടെയോ ഒരു സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. പക്ഷേ അവരുടെ അടുത്ത സിനിമയ്ക്കായി ആളുകൾ വീണ്ടും കാത്തിരിക്കും. എന്തുകൊണ്ട്? ഇതിന് മാത്രമാണോ കാര്യം? ഭാഗികമായി ഓക്കെ, നമുക്കത് സമ്മതിക്കാം. പക്ഷേ അതിലും വലിയൊരു കാരണം എന്ന് പറയുന്നത് ഇമോഷണൽ ട്രസ്റ്റ്, ഒരു കണക്ഷൻ, അതേപോലെ തന്നെ ഒരു ഫെമിലാരിറ്റി. സോ ഈ 3 കാരണങ്ങളാണ് ഇവരുടെ സിനിമകളെ ആളുകൾ കാത്തിരിക്കുന്നതിനുള്ള മേജറായിട്ടുള്ള കാരണമെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പൃഥ്വിരാജിൻ്റെ ഇമേജ് എന്താ? പ്രൊഫഷണൽ, ഡിസിപ്ലിൻഡ്, അതേപോലെ തന്നെ അംബീഷ്യസ്, ഇൻ്റലിജൻറ്റ്. ഇവയെല്ലാം ഒരു വിജയകരമായ കരിയർ ഉണ്ടാക്കുന്ന ഗുണങ്ങൾ തന്നെയാണ്. പക്ഷേ ഒരു നടനെ സ്നേഹിക്കാൻ അഭിനയം മാത്രം മതിയാകില്ല. പ്രേക്ഷകർക്ക് അയാളോടൊരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റും കൂടെ ഉണ്ടാവണം. അതുണ്ടെങ്കിൽ മാത്രമാണ് ഒരു നടനെ ആളുകൾ സ്നേഹിക്കുകയുള്ളൂ. പൃഥ്വിരാജിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത തന്നെ ഒരു റിസ്ക് ടേക്കിംഗ് കേപ്പബിലിറ്റി ആണ് എന്നാണ്. പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കാനായിട്ട് തയ്യാറായിട്ടുള്ള ഒരു വ്യക്തിയാണ്. പൃഥ്വിരാജിനെ കുറിച്ച് സംസാരിക്കുമ്പം ഒഴിവാക്കാൻ കഴിയാത്ത മറ്റൊരു വലിയ കാര്യമാണ് അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങൾ. സത്യത്തിൽ പൃഥ്വിരാജ് ഒരു നടൻ മാത്രമൊന്നുമല്ല, ഒരു സംവിധായകൻ, ഒരു നിർമ്മാതാവ്, ഒരു ബിസിനസ് മനോഭാവമുള്ള സിനിമാ പ്രവർത്തകൻ, മലയാള സിനിമയുടെ അതിരുകൾക്കപ്പുറം ചിന്തിക്കുന്ന ഒരാൾ എന്നുള്ളത്, അതേപോലെ തന്നെ ഒരു മലയാള സിനിമ ലോകമെമ്പാടും എത്തണമെന്ന് ചിന്തിക്കുന്ന ഒരാൾ, ഒരു മലയാള നടൻ ഇന്ത്യയുടെ എല്ലാ ഭാഷകളിലും പ്രവർത്തിക്കണമെന്ന് ചിന്തിക്കുന്ന ഒരാൾ. ഇതൊരിക്കലും ഒരു തെറ്റായ ചിന്തയാണോ? അല്ല. സത്യത്തിൽ മലയാള സിനിമയ്ക്ക് അതിൻ്റെ ആവശ്യമുണ്ട്. പക്ഷെ ഓരോ വലിയ സ്വപ്നത്തിനും ഒരു വിലയുണ്ട്. ചിലപ്പോൾ ആ യാത്രയിൽ സ്വന്തം പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ മാറി തുടങ്ങും എന്നുള്ളതാണ്. മലയാള പ്രേക്ഷകർ പലപ്പോഴും വളരെ വ്യത്യസ്തരാണ്. ഒരു നടൻ്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് അയാളുടെ അഭിനയം മാത്രമല്ല, പ്രേക്ഷകരിൽ അയാൾ ഉണ്ടാക്കുന്ന വിശ്വാസമാണ്. ആ വിശ്വാസം ഒരൊറ്റ സിനിമയെ കൊണ്ട് ഉണ്ടാവത്തൊന്നുമില്ല, വർഷങ്ങളായിട്ട് സ്ഥിരതയോടെ ഉണ്ടാക്കേണ്ട ഒന്നാണ് ആ വിശ്വാസം. അപ്പം ആളുകളുടെ ഇടയിൽ ഒരു വിശ്വാസം ജനിപ്പിക്കാനായിട്ട് പ്രോപ്പറായിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് തിരഞ്ഞെടുക്കാനും അത് ഇംപ്ലിമെൻ്റ് ചെയ്യാനും പൃഥ്വിരാജിന് കഴിയുന്നിടത്ത് മാത്രമേ ആളുകളുടെ ഇടയിൽ ഈ ദുൽഖറിനോ ടോവിനോയ്ക്കോ നിവിൻ പോളിക്കോ ഒക്കെ കിട്ടുന്നത് പോലെ, അല്ലെങ്കിൽ മറ്റേതൊരു നടന് കിട്ടുന്നത് പോലെയുള്ള ഒരു സ്വീകാര്യത ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഇത്രയും വർഷങ്ങൾ ഇൻഡസ്ട്രിയിൽ പിടിച്ചു നിന്നിട്ട് പോലും ഒരു തരത്തിലും ആളുകളുടെ ഇടയിൽ ഒരു ഇമ്പാക്റ്റും ഉണ്ടാക്കാൻ പറ്റാതെ ഇൻ്റർവ്യൂകളിൽ മാത്രം വന്നിരുന്ന ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്ന ലെവലിലേക്ക്, ഇൻ്റലക്ച്വൽ ആണ് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ സംസാരിക്കുന്ന രീതിയിൽ മാത്രം ഒതുങ്ങിക്കൂടാനായിട്ടുള്ളൊരു വിധിയിലേക്ക് പൃഥ്വിരാജ് മാറിപ്പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ മോഹൻലാലിനെയോ മമ്മൂട്ടിയെയോ ടോവിനോയോ നിവിൻ പോളിയെയോ ദുൽഖറിനെ ഒന്നും കാണുന്ന രീതിയിലേക്ക് പൃഥ്വിരാജിന് ഇതുവരെ എത്തിപ്പെടാനായിട്ട് പറ്റിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇനി ഫ്യൂച്ചറിൽ ചിലപ്പോൾ എത്തിപ്പെടാമായിരിക്കും. പക്ഷേ ഇത്രയും വർഷങ്ങളെടുത്തു. ആളുടെ എവിടെയോ ആൾക്ക് പാളുന്നുണ്ട്. നമ്മളിപ്പോൾ ഇത്രയൊക്കെ സംസാരിച്ചു, അത് മോസ്റ്റ്ലി കഥ തിരഞ്ഞെടുക്കുന്നതിലാണ് എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നുന്നത്. ഐ നോബഡി നല്ല ഇൻ്റർവെൽ വരെ നല്ലതായിരുന്ന ഒരു സിനിമ ഇൻ്റർവെല്ലിന് ശേഷം കാട്ടി വെച്ചത് നമ്മൾ കണ്ടല്ലോ. ഇത് തന്നെയാണ് അവസ്ഥ. അപ്പോൾ എന്തായാലും പൃഥ്വിരാജിൽ നിന്ന് നമുക്കൊരു മാറ്റം പ്രതീക്ഷിക്കാം അഭിനയത്തിൻ്റെ കാര്യത്തിൽ. ആളൊരു നല്ല ബിസിനസ്മാനാണ്, നിർമ്മാതാവാണ്, ഡയറക്ടറാണ് എന്നൊക്കെ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. ആക്ടിങ്ങിലും അതേ രീതിയിൽ ആളുകളുടെ ഇടയിൽ സ്വീകാര്യനായി മാറാൻ പറ്റട്ടെ എന്ന് നമുക്ക് ആശിക്കാം.